മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്ന്. ജീവിതാന്തസ്സ് തിരഞ്ഞെടുക്കുവാനുള്ള ഉള്ള പ്രാർത്ഥനയാണ്. ഒത്തിരി മാതാപിതാക്കൾ സങ്കടം പറയുന്ന അവസ്ഥയാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞ് എന്ത് ചെയ്യുമെന്ന് അറിയില്ല, അവന് കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്, അവൾക്ക് കല്യാണം വേണ്ടെന്നാണ് പറയുന്നത്, ഇനി എപ്പോഴാണെന്നറിയില്ല, പ്രായം എത്രയായി, സമയമായിട്ടില്ലെന്ന് പറഞ്ഞ് നിൽക്കുന്ന മാതാപിതാക്കളുണ്ട്. കല്യാണം കഴിച്ചില്ലെങ്കിലും ജീവിക്കാൻ പറ്റൂലേ എന്ന് ചോദിക്കുന്ന മക്കളുണ്ട്. ഇങ്ങനെ പറയുന്നതിൽ വിഷമമുണ്ട്. രണ്ടും കെട്ട രീതിയിൽ, ഒന്നില്ലെങ്കിൽ ഒരു വൈദികനോ കന്യാസ്ത്രീയോ ആകണം, അല്ലെങ്കിൽ ഒരു വിവാഹം കഴിച്ച് ജീവിക്കണം. ഇത് കരക്കുമില്ല വഞ്ചിക്കുമില്ല. മാതാപിതാക്കൾ ആളുകൾ ചോദിക്കുമ്പോൾ ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ മാത്രമേ മക്കൾക്ക് ആ വേദന മനസ്സിലാവുകയുള്ളൂ. ഒന്നിലും അതിലുമില്ല ഇതിലുമില്ല, ഒന്നിലും ആകാൻ പറ്റാത്ത തരത്തിൽ നിൽക്കുമ്പോഴുള്ള ആ വേദന അസഹനീയമാണ്. ഉറക്കം പോലും ഇല്ലാതെ വിഷമിക്കുന്ന, നഷ്ടപ്പെട്ട മക്കളോർത്ത് വ്യാകുലപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അപ്പോൾ എന്തായാലും തന്ന ദൈവത്തോട് പറഞ്ഞാൽ, ബ്രദർ ഇങ്ങനെ വെളിപ്പെടുത്താനുള്ള കാര്യം ഇതാണ്. കല്യാണം എന്ന് കേട്ടാൽ വയലൻ്റ് ആകുന്ന, കല്യാണം എന്ന് പറഞ്ഞാൽ ആരാണ് എന്താണെന്ന് പരിസരം നോക്കാതെ ചീത്ത വിളിക്കുന്ന, ആട്ടി ഇറക്കി വിടുന്ന, പരിസരം നോക്കാതെ ഇടപെടുന്ന സ്വഭാവക്കാരായ ചെറുപ്പക്കാർക്ക് വേണ്ടി, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തും പ്രാർത്ഥിച്ചുള്ള നല്ല തഴമ്പുണ്ടെന്ന് പറയുന്ന പോലെ നല്ല തഴക്കമുള്ള അനുഭവങ്ങളുണ്ട്. നാണം കെട്ടിട്ടുണ്ട്. ഇങ്ങനെ കല്യാണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വിളിച്ചു വരുത്തി, പക്ഷേ ഇതിനു വേണ്ടിയാണെന്ന് അറിഞ്ഞില്ല. മുഖത്തടിക്കുന്നത് പോലെ കല്യാണത്തിനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെടണ്ടായിരുന്നു എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ നമുക്കെന്താ കാര്യമെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള വിഷമങ്ങൾ. പക്ഷേ ഇത്രയും തിരക്ക് പിടിച്ചിരിക്കണമെന്ന് ഓർത്ത് 1 മാസത്തിനുള്ളിൽ കല്യാണം നടന്ന അങ്ങനത്തെ സംഭവമുണ്ട്. അങ്ങനത്തെ സംഭവങ്ങളാണ് ഒന്നല്ല, ഒട്ടനവധി. ഒരു ഭവനത്തിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ മുറിയടച്ച് കയറിയിരുന്ന് കളഞ്ഞ അവസ്ഥ. വേറെ വീട്ടിൽ ചെന്നപ്പോൾ ആള് നമ്മളെ കണ്ടപ്പോൾ വിട്ട് കളഞ്ഞ അവസ്ഥ. ഒരാൾ വീട്ടിൽ വരുമ്പോൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ അപരിചിതരാണെങ്കിൽ പോലും ഒന്ന് സംസാരിച്ച് വിടും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അത്ര ബന്ധനത്തിൽ കിടന്ന ചില കേസുകൾ, ഇങ്ങനെ ഒന്നല്ല ഒട്ടനവധി കേസുകൾ. ഇതിനു വേണ്ടി മാത്രമാണെങ്കിൽ ബുദ്ധിമുട്ടണ്ട. കല്യാണം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെയുള്ളത് ഇപ്പോൾ കല്യാണവും കഴിഞ്ഞ് കൊച്ചുമായിട്ട് ജീവിക്കുന്ന കേസുകളുണ്ട്. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാനും കൗൺസിലിങ്ങിനൊക്കെ വന്ന ഇങ്ങനത്തെ കേസിന് ചിലപ്പോൾ ചിലതിന് കൂടുതൽ പ്രാർത്ഥിക്കേണ്ടി വരും. ചിലത് ടക്കാന്നും പറഞ്ഞ് പെട്ടെന്ന് റിലീസ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനത്തെ നിരവധി അനുഭവങ്ങൾ എൻ്റെ ശുശ്രൂഷ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി മനുഷ്യർ വേദനിക്കുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പരിശുദ്ധാത്മാവ് തരുന്ന ഈ പ്രാർത്ഥന, ഈ വചനങ്ങൾ നൽകുന്നത്. ഇങ്ങനെയാണ് ജെറമ്യാ പ്രവചനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം: മാതാവിൻ്റെ ഉദരത്തിൽ രൂപം നൽകുന്നതിനു മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു. ജെറമ്യാ 1:5. അതായത് ഒരാൾ ഈ ഭൂമിയിലേക്ക് നമ്മളാരും പറഞ്ഞിട്ടല്ല വിടുന്നത്, ദൈവമാണ് സൃഷ്ടിക്കുന്നത്, ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ ഈ വചനം പറഞ്ഞ് ആ ആളെ ഓർത്ത് ആ പേര് സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതുപോലെ ഉൽപ്പത്തി 2:18: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നാണ് പറഞ്ഞത്. സൃഷ്ടാവായ ദൈവം ചേർന്നതിനെ ഓരോ മനുഷ്യനും, ഓരോ ആണിനും പെണ്ണിനും വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വിശ്വാസക്കുറവും സംശയ മനസ്ഥിതിയും, അവരിങ്ങനെയാണല്ലോ, ഇനി നമ്മൾ മരിച്ചാൽ പോലും ഇത് മാറാൻ പോണില്ല എന്നുള്ള ചിന്ത നമ്മുടെ തലേന്ന് എടുത്ത് കളയുക. കംപ്ലീറ്റ് എതിരായിരിക്കാം, പക്ഷേ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ തന്നെ പതുങ്ങി വരും, തന്നെ മാറ്റം വരും. അങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട് വന്ന, ഒരു കന്യാസ്ത്രീ, ഒരു സിസ്റ്റർ പറഞ്ഞു വിട്ടാൽ കരഞ്ഞുകൊണ്ട് വന്ന, കല്യാണം എന്ന് പറഞ്ഞ കാര്യത്തിന് മാത്രം പറ്റത്തില്ല, പക്ഷേ പിന്നീട് ഇതിൻ്റെ കാര്യങ്ങൾ പറയാനും ആലോചിക്കാനും വന്നത് ഓർക്കുകയാണ്. എങ്ങനെ ഇങ്ങനെ ഒരു വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഇതിനെക്കുറിച്ച് എതിരായ എന്ത് കാര്യങ്ങൾ എവിടെയെല്ലാം യൂട്യൂബിലും അല്ലാത്തതൊക്കെ ഉണ്ട്, അതെല്ലാം പറഞ്ഞിരുന്ന ഈ ചെറുപ്പക്കാരന് മാനസാന്തരം ഉണ്ടായി, വിവാഹം നടന്നു. അതാണ് പ്രാർത്ഥന സർവം പ്രദാനം ചെയ്യും, ഒമ്നിപൊട്ടൻ്റ് എന്ന് പറയും. അത് വിശ്വസിക്കണം. അത് കേട്ട് തളർന്ന് തലക്കേറ്റി ഭാരപ്പെട്ട് നടക്കണ്ട. അപ്പോൾ
ജെറമിയ 1:5, ഉൽപ്പത്തി 2:18 മനുഷ്യൻ ഏകനായിരിക്കുന്നല്ല അവന് ചേർന്ന് ഇണയെ നൽകും. 3-ാമത്തെ വചനമാണ് യെശയ്യാ 34:16. കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവിടുന്ന് സൃഷ്ടിക്കുകയും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ഈ 3 വചനങ്ങൾ പറഞ്ഞ് ഇതിനു വേണ്ടി ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങുക. ഇതുപോലെ വിഷമിക്കുന്നവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, വലിയൊരു പുണ്യപ്രവൃത്തിയായി തീരും. എന്നിട്ട് ഈ പ്രാർത്ഥന ചൊല്ലുക. ചിലപ്പോൾ ഇങ്ങനെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള തീരുമാനം എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ, മക്കളോ കൂടപ്പറപ്പങ്ങളോ ഉണ്ടെങ്കിൽ, ഞാൻ ഓർക്കുകയാണ് 38 വയസ്സ്, 40 വയസ്സ്, 42 വയസ്സ്, ഇതിൻ്റെ നടുക്കുള്ള 40 വയസ്സുകാരൻ വന്ന് വചനം കേൾക്കാൻ കൗൺസിലിംഗ് എടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കല്യാണം നടന്ന സംഭവം. അപ്പോൾ ഇവിടെ വന്നൊരു കേസാണ്. അപ്പോൾ ഇതെല്ലാം ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വിശ്വാസവർദ്ധനയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവം പ്രവർത്തിക്കും. അപ്പോൾ ഇങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. നല്ല ദൈവമേ, ഈ മകൻ അല്ലെങ്കിൽ ഈ മകൾ അല്ലെങ്കിൽ ഞാനാണെങ്കിൽ ആരാണെന്ന് വെച്ചാൽ അവർ ജനിക്കുന്നതിന് മുമ്പേ അങ്ങേക്ക് ഇയാളെക്കുറിച്ച് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ അറിയുന്നു എന്ന് പ്രാർത്ഥിക്കുക. ഈ മകനെക്കുറിച്ച് ഈ മകളെക്കുറിച്ച് അങ്ങേക്കൊരു പദ്ധതി ഉണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു, അതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. നാളിതുവരെ അങ്ങ് ഞങ്ങളിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. യുവജനങ്ങളുടെ സ്നേഹിതനായ യേശുവേ, ജീവിതത്തിൻ്റെ നാൽക്കവലകളിൽ എത്തി നിൽക്കുന്ന ഇവർക്ക് ശരിയായ മാർഗം കാണിച്ചു കൊടുക്കണമേ. അവിടുത്തെ പദ്ധതി അനുസരിച്ച് അനുയോജ്യമായ ഒരു ജീവിതാന്തസ് ഇയാൾക്ക് എനിക്കാണെന്ന് വെച്ചാൽ അങ്ങനെ വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ദൈവഹിതം നിവർത്തിയാക്കിയ പരിശുദ്ധ അമ്മേ, ദൈവഹിതം എനിക്ക് വെളിവാക്കി തരണമേ, ദൈവഹിതം ഇയാൾക്ക് വെളിവാക്കി കൊടുക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഈ പ്രാർത്ഥന എഴുതി വെച്ച് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഒത്തിരി ശക്തി ഉണ്ടാകും. നമ്മുടെയും ഭാരം മാറിപ്പോകും, അവരുടെ ഒത്തിരി ബന്ധനം ഒഴിയും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ ആരാധന. പരിശുദ്ധ അമ്മേ മാതാവേ, കാനായിലെ കുടുംബത്തിൻ്റെ അപമാനം നീക്കി അഭിമാനമാക്കി അവിടെ അത്ഭുതം പ്രവർത്തിക്കാൻ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചതുപോലെ അപമാനഭാരങ്ങൾ, ദുഃഖങ്ങൾ, ബന്ധനങ്ങൾ, ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിനുള്ള മടുപ്പ്, വെറുപ്പ്, അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളുടെ സ്വാധീനങ്ങൾ എല്ലാം യേശുനാമത്തിൽ മാറിപ്പോട്ടെ. അസ്മേദേവുസ് എന്ന പിശാചിനെ പുറത്താക്കി സാറയുടെയും തോബിയാസിൻ്റെയും കുടുംബങ്ങളെ റഫേൽ മാലാഖയിലൂടെ സഹായിച്ചതുപോലെ പരിശുദ്ധാത്മാവിനാലും ദൈവശക്തിയാൽ യേശുനാമത്തിൽ വിശുദ്ധന്മാരുടെയും പരിശുദ്ധ അമ്മയുടെയും പരിശുദ്ധ അമ്മയുടെയും മാലാഖമാരുടെയും വിശുദ്ധരുടെയും പ്രത്യേക സഹായത്താൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ നന്ദി, യേശുവേ സ്തുതി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മംഗളകർമ്മം നടക്കുന്നതായിട്ട് ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുക. വെറും 10 ദിവസം പ്രാർത്ഥിച്ചാൽ മതി, വഴി തുറന്നു കിട്ടും. ഡ്രീം ചെയ്ത് പ്രാർത്ഥിക്കുക. വീടും എല്ലാം ഒരുങ്ങുന്നു, വിവാഹ ആലോചനയ്ക്ക് വേണ്ട അന്വേഷണങ്ങൾ, ആലോചനകൾ, ഒരുക്കങ്ങൾ നടക്കുന്നതായിട്ട് നന്ദി പറഞ്ഞ് യേശുവേ നന്ദി ഏറ്റെടുക്കുക. ഞാൻ വിശ്വസിക്കുന്നു, ഏറ്റെടുക്കുന്നു. കർത്താവേ, കെട്ടഴിക്കുന്നതിന് നന്ദി പറയുന്നു. നടക്കുന്നതായിട്ട് കണ്ട് പ്രാർത്ഥിച്ചാൽ ഉടനടി വലിയ തുറവുണ്ടാകും. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.